എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഉച്ചയോടെ നമ്മൾ അഹമ്മദാബാദിൽ നിന്ന് കേട്ട വാർത്ത നമ്മളെല്ലാവരെയും വളരെയേറെ ദുഃഖത്തിലാഴ്ത്തിയിട്ടുണ്ട്. അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ എയർപോർട്ടിൽ നിന്നും ലണ്ടനിലെ ഗാറ്റ്വിക് എയർപോർട്ടിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യയുടെ AI-171 എന്ന വിമാനം ടേക്ക് ഓഫ് കഴിഞ്ഞ ഉടനെ തകർന്നു വീണ് 240 ആൾക്കാർ മരിച്ച വാർത്തയാണ് നമ്മൾ കേട്ടതിന്ന്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ സത്യാവസ്ഥ എന്താണ്, അതിൻ്റെ പിന്നിൽ എന്തൊക്കെയാണ്, കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ഇതുവരെ വന്നിട്ടില്ല. ബട്ട് ഇതുവരെയുള്ള ഡീറ്റെയിൽസ് എന്താണ് നമുക്ക് നോക്കാം. ഇന്നത്തെ ഇൻസിഡൻറ്റിൽപ്പെട്ട വിമാനം ബോയിങ്ങിൻ്റെ 787 എന്ന് പറയുന്ന വിമാനമാണ്. അതായത് ബോയിങ് എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ കമ്പനിയാണ്. വിമാനം നിർമ്മിക്കുന്ന, ലോകത്ത് പ്രധാനമായിട്ട് ഇന്ന് കൊമേഴ്ഷ്യൽ വിമാനങ്ങൾ നിർമ്മിക്കുന്ന 2 കമ്പനികളാണുള്ളത്. ഒന്ന് അമേരിക്കയിലുള്ള ബോയിങ് എന്ന് പറയുന്ന കമ്പനി, അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയനിലെ കുറച്ച് രാജ്യങ്ങൾ ചേർന്ന ഒരു കോൺഗ്ലോമറേറ്റ് പോലുള്ളൊരു കമ്പനിയാണ് എയർബസ് എന്ന് പറയുന്ന കമ്പനി. അപ്പോൾ ഇന്നത്തെ ആക്സിഡൻറ്റിൽ പെട്ടിട്ടുള്ളത് ഒരു ബോയിങ്ങിൻ്റെ 787-8 എന്ന് പറയുന്ന മോഡൽ വിമാനമാണ് ഇന്നത്തെ അപകടത്തിൽ പെട്ടിട്ടുള്ളത്. നമുക്ക് ഇപ്പോൾ കിട്ടിയ ഇൻഫോർമേഷൻ വെച്ചിട്ട് എയർ ഇന്ത്യയുടെ AI-171 എന്നാണ് വിമാനത്തിൻ്റെ പേര്. അതായത് അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലെ ഗാറ്റ്വിക് എയർപോർട്ടിലേക്കാണ് വിമാനം പുറപ്പെട്ടത്. അതായത് ലണ്ടനിൽ പ്രധാനമായിട്ട് ഇൻ്റർനാഷണൽ ട്രാഫിക് ഹാൻഡിൽ ചെയ്യുന്ന 2 എയർപോർട്ട്സ് ആണുള്ളത്. ലണ്ടനിലെ ഒന്ന് ഹീത്രോ, അതുപോലെ ഗാറ്റ്വിക്. അപ്പോൾ ഗാറ്റ്വിക് എയർപോർട്ടിലേക്കാണ് ഈ വിമാനം 240 ആൾക്കാരുമായിട്ട് പുറപ്പെട്ടത്. അഹമ്മദാബാദ് എയർപോർട്ടിലെ റൺവേ നമ്പർ 23 നിന്നും ആണ് എയർപോർട്ട് ടേക്ക് ഓഫ് ചെയ്തിട്ടൊരു 5 മിനിറ്റിനകം തന്നെ വിമാനത്തിന് ATC, അതായത് എയർ ട്രാഫിക് കൺട്രോൾ എന്ന് പറയും, എയർ ട്രാഫിക് കൺട്രോളിൻ്റെ ആയിട്ടുള്ള കോണ്ടാക്റ്റ് വിമാനത്തിന് നഷ്ടപ്പെടുകയും അവരതിനു മുമ്പ് തന്നെ, അതായത് വിമാനത്തിൻ്റെ പൈലറ്റ്സ് മെയ്ഡേ കോൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് മെയ്ഡേ കോൾ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മെയ്ഡേ എന്ന് പറഞ്ഞാൽ അതിപ്പോൾ നാവലിൻ്റെ കേസിലായാലും ഏവിയേഷൻ്റെ കേസിലായാലും അതൊരു ഡിസ്ട്രസ് സിഗ്നലാണ് മെയ്ഡേ എന്ന് പറയുന്നത്. അത് എന്തെങ്കിലും അപകടത്തിൽ പെട്ടു എന്ന് നമ്മൾ കരയിലോട്ട് ബന്ധപ്പെടുന്ന ഒരു മെയ്ഡേ എന്നൊരു സിഗ്നലാണ് മെയ്ഡേ എന്ന് പറയുന്നത്. അപ്പോൾ മെയ്ഡേ സിഗ്നൽ എയർ ട്രാഫിക് കൺട്രോളേഴ്സിന് കിട്ടിയിട്ടുണ്ട്. അതായത് പൈലറ്റ്സിൻ്റെ ഭാഗത്തു നിന്ന് മെയ്ഡേ സന്ദേശം കിട്ടിയിട്ടുണ്ട്. ബട്ട് അതിന് ശേഷം എയർക്രാഫ്റ്റുമായിട്ടുള്ള കോണ്ടാക്റ്റ് എല്ലാം നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇനി ബോയിങ് 787 എന്ന് പറയുന്ന വിമാനത്തെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. അത് ബോയിങ് 787 എന്ന് പറയുന്നത് അത് ലോഞ്ച് ആയിട്ടുള്ളത് ജൂലൈ 8, 2007 ആദ്യമായിട്ട് ഈ വിമാനം ലോഞ്ച് ആയിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ഡിസംബർ 15, അത് 2009 ഡിസംബർ 15 വിമാനത്തിന് ഫസ്റ്റ് ഫ്ലൈറ്റ് ആയിട്ടുള്ളത്. പിന്നെ സർവീസിൽ, അതായത് കൊമേഴ്ഷ്യൽ സർവീസിലേക്ക് ഒരു വിമാനം എൻ്റർ ആയിട്ടുള്ളത് എന്ന് വെച്ചാൽ ഒക്ടോബർ 2011 കൊമേഴ്ഷ്യലായിട്ട് യാത്രക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനായിട്ട് വിമാനം യൂസ് ചെയ്തിട്ടുള്ളത്. അത് എൻ്റർ ആയിട്ടുള്ള എയർലൈൻ എന്ന് പറഞ്ഞത് ഓൾ നിപ്പോൺ എയർലൈൻസ്, ജപ്പാനിലെ ഓൾ നിപ്പോൺ എയർലൈൻസിലാണ് ഈ വിമാനം എൻ്റർ ആയിട്ടുള്ളത്. അപകടത്തിൽപ്പെട്ട വിമാനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിന് 11 വർഷം അതിന് പഴക്കമുണ്ട്. അതായത് താരതമ്യേന വിമാനങ്ങളുടെ ഏജ് കണക്കാക്കുമ്പോൾ അതൊരു താരതമ്യേന കുറഞ്ഞൊരു പ്രായമാണ്. അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ബോയിങ് എന്ന് പറയുന്നത് അമേരിക്കൻ കമ്പനിയാണ്. അപ്പോൾ അവരുടെ മെയിൻ പ്രൊഡക്ഷനൊക്കെ നടക്കുന്നത് എവററ്റിലാണ്. അതായത് US എവററ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതിൻ്റെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ 11 വർഷം പഴക്കമുള്ളൊരു വിമാനമാണ്. പിന്നെ ബോയിങ് 787 എന്ന് പറഞ്ഞാൽ ഇതുവരെ ഒരു കാര്യമായൊരു അപകടമൊന്നും പറ്റാത്തൊരു കമ്പാരിറ്റീവ്ലി സേഫ് ഒരു എയർക്രാഫ്റ്റാണ് ഇതുവരെ. ഇത് ഇപ്പോൾ ബോയിങ് 787 വിമാനങ്ങളിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്രയൊരു ഭീകരമായ രീതിയിലൊരു ഇത്രയും ആൾക്കാർ മരിക്കുകയൊക്കെ ചെയ്യുന്നതിലുള്ളൊരു അപകടം ഉണ്ടായിട്ടുള്ളത്. ഇന്ന് ഉച്ചയ്ക്ക് 1:38 PM, അതായത് ഉച്ചയ്ക്ക് 1:38 വിമാനം ടേക്ക് ഓഫ് ചെയ്തിട്ട്, അതായത് അഹമ്മദാബാദ് എയർപോർട്ടിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്തത്. അതിൽ 242 യാത്രക്കാരുണ്ടായിരുന്നു, ഇൻക്ലൂഡിങ് ക്രൂ മെമ്പേഴ്സ്. അതിൽ 169 ഇന്ത്യൻ നാഷണൽസും 53 ബ്രിട്ടീഷ് നാഷണൽസും 1 കനേഡിയൻ നാഷണലും 7 പോർച്ചുഗീസ് നാഷണൽസും വിമാനത്തിൽ യാത്രക്കാരായിട്ടുണ്ടായിരുന്നു. റൺവേയിൽ നിന്ന് പറന്നുയർന്ന ഉടനെ ഒരു 5 മിനിറ്റിനകം ATCയുമായിട്ടുള്ള കോൺടാക്റ്റ് നഷ്ടമായി. തൊട്ടടുത്ത് തന്നെയുള്ളൊരു മെഡിക്കൽ കോളേജിൻ്റെ ഹോസ്റ്റലിലേക്ക് വിമാനം തകർന്നു വീണു. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ മീഡിയയിലൊക്കെ കൂടെ കണ്ടതാണ്. വളരെ സങ്കടപ്പെടുന്ന ദൃശ്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഏവിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് അറിയുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്കറിയാം. കാരണം ഒരു വിമാനം സർവൈവേഴ്സിൻ്റെ എണ്ണം വളരെ കുറവായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു വിമാനം ഡിപ്പാർട്ട് ചെയ്യുമ്പോൾ, അതായത് വിമാനം പുറപ്പെടുമ്പോൾ അതിനകത്ത് ഫുൾ ഇന്ധനം ഉണ്ടാകും. ഫുൾ എന്ന് വെച്ചാൽ ഇപ്പോൾ അതിന് മാക്സിമം ഇന്ധനം ഉണ്ടാകും. പിന്നെ അതേപോലെ തന്നെ ടേക്ക് ഓഫ് ചെയ്യുന്ന സ്പീഡ് എന്ന് വെച്ചാൽ അത്രയും ഹൈ സ്പീഡിലാണ് അത് ക്ലൈംബ് ചെയ്ത് പോകുന്നത് റൺവേയിൽ നിന്ന്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ഇതുണ്ടായിരുന്നു, സർവീസ് ഉണ്ടാവില്ല എന്ന്. പക്ഷേ ഇപ്പോൾ ഈ നിമിഷം വരെ കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് എല്ലാവരും മരിച്ചു എന്നാണ് നമുക്കറിയാൻ പറ്റിയൊരു വാർത്ത. പിന്നെ അതുപോലെ തന്നെ ഗുജറാത്തിൻ്റെ മുൻപത്തെ CM അദ്ദേഹം ആ വിമാനത്തിൽ യാത്രക്കാരനായിരുന്നു. എന്നാലും നമ്മളൊക്കെ വളരെയേറെ സങ്കടപ്പെടുത്തിയൊരു വാർത്തയാണിത്. അതായത് ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ അതിൻ്റെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ വിമാനത്തിന് ബ്ലാക്ക് ബോക്സ് കിട്ടേണ്ടി വരും. അതായത് കോക്പിറ്റ് വോയിസ് റെക്കോർഡർ എന്നൊരു ഡിവൈസ് ഉണ്ട്. അത് വിമാനത്തിൻ്റെ
അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അതിനകത്ത് റെക്കോർഡായിട്ടുണ്ടാവും. അതിൻ്റെ സ്പീഡ്, ആൾട്ടിറ്റ്യൂഡ്, പിന്നെ പൈലറ്റുകാർ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച കാര്യങ്ങളൊക്കെ അതിനകത്ത് റെക്കോർഡായിട്ടുണ്ടാവും. എന്തായാലും ഇപ്പോൾ ഈ നിമിഷം വരെ കിട്ടിയ ഒരു വിവരം ഇങ്ങനെയാണ്. ഇപ്പോൾ വളരെ സങ്കടമുണ്ട്. പിന്നെ നമുക്കിനി അതിൻ്റെ കൃത്യമായിട്ടുള്ള ഗവൺമെൻറ് തലത്തിലുള്ള അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വരും ദിവസങ്ങളിൽ വരും. എന്തായാലും ഇപ്പോൾ ഇതുവരെയായിട്ട് നമുക്ക് കിട്ടിയ വിവരങ്ങൾ എങ്ങനെയാണ്. എന്തായാലും നമുക്ക് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അവരുടെ കുടുംബത്തിന് വേണ്ടി, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. താങ്ക് യു.